ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ടില്ലേ എനിക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടുമല്ലാണ് കേട്ടോ. അതിൽ ഒന്ന് രണ്ട് റീസൺ ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നത് പാർട്ടി വെയർ അല്ലെങ്കിൽ സാരീസ് ഫെയർവെല്ലിനൊക്കെ ഇടാൻ പാകത്തിന് ഉള്ള ഡ്രസ്സുകൾ സാരീസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ അതിൽ എടുത്ത് പറഞ്ഞ കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് എല്ലാവരും തന്നെ മിക്കവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പാർട്ടി വെയർ അല്ലെങ്കിൽ ഇച്ചിരി നല്ലതൊക്കെ നമ്മളെങ്ങനെ ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി എടുക്കുക എന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു, ഓർത്തു. പക്ഷേ ഞാനാണെങ്കിൽ മീഷോയിൽ ചെന്നു. അപ്പോൾ ഞാൻ സാരീസാണ് ആദ്യം നോക്കിയത്. കൂടുതൽ ആൾക്കാർ എനിക്ക് സാരീസ് പാർട്ടി വെയർ ആയിട്ടുള്ള സാരീസാണ് എന്നോട് ചോദിച്ചത്. സോ പാർട്ടി വെയർ സാരി നോക്കി. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന കുറേ സാരീസ് ഈ 200-ലും 300-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങി നോക്കാമെന്ന് ഓർത്തിട്ടു. എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ശരിക്കും എനിക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല സാരീസാണ് ഇന്ന് കൊണ്ടുവന്നേക്കണേ. എല്ലാം തന്നെ പാർട്ടി വെയർ ആ ഒരു ലെവലിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാരി വന്നിട്ട് ഒരു ബ്ലാക്ക് സാരിയാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും പലയിടത്തും. പക്ഷെ ഇത്രയും റേറ്റ് കുറഞ്ഞ് ഇത്രയും നല്ല സാരി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ എഡ്ജ്, അതായത് ബോർഡർ ഫുള്ളായിട്ട് ഇതുപോലത്തെ സ്റ്റോൺ വർക്കാണ് വരുന്നത്, സിൽവർ കളറ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റ് പാർട്ടിയാണ് കേട്ടോ കൂടുതൽ. കാരണം ഈ ബ്ലാക്കും വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്ക് സിൽവർ ആ ഒരു കോമ്പിനേഷൻ നമുക്കിങ്ങനെ ഡേ ലൈറ്റിൽ അത്ര അങ്ങ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ റിസപ്ഷൻ അല്ലെങ്കിൽ നൈറ്റ് എന്തെങ്കിലും പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഇത് നല്ല ആ ഒരു തിളക്കൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പിന്നെ ഇതിൻ്റെ ബോർഡർ ഈ സൈഡിലൊക്കെ ആണെങ്കിലും പൈപ്പിംഗ് വന്നിട്ടുണ്ട്. അതും സിൽവർ ഒരു ലേസിൽ തന്നെ സിൽവർ കളറിൽ തന്നെയാണ് വന്നത്. അതും കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ളതാണ്. സോ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതിൽ തന്നെയാണ് ബ്ലൗസ് വന്നേക്കണേ കേട്ടോ. ബ്ലൗസ് പീസ് ഇതിൽ വേറെ ബ്ലൗസ് പീസ് ഒന്നും തന്നിട്ടില്ല. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഫാബ്രിക്ക് കണ്ടില്ലേ, ഇങ്ങനത്തെ അതായത് നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കണേ കേട്ടോ. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം ഇതിനെന്തോ 200-300 അങ്ങനെ എന്തോ റേറ്റ് ഉള്ളൂ. ആ ഒരു റേറ്റിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫാബ്രിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ഫാബ്രിക്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോർഡറിൽ ഇത് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണം, കം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണതാണ്. കണ്ടില്ലേ, ബാക്ക് സൈഡിലൊന്നുമില്ല, ഫ്രണ്ടിൽ ഇങ്ങനെ വന്നേക്കണം. ചില ഭയങ്കര ഒത്തിരി ക്വാളിറ്റി ഉള്ള സ്റ്റോണൊന്നല്ല കേട്ടോ പറയണത്. പക്ഷെ ഈ ഒരു റേറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കണതല്ലേ, അതിലും ഫാർ 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 ബെറ്റർ ആണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറയും പോലെ നൈറ്റ് ഇടുമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 289 289 രൂപയേ ഉള്ളൂ ഈ ഒരു സാരിക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ബ്ലൗസ് ഈ ഒരു പീസ് മാത്രമാണ്. എനിക്ക് വേറെ സെപ്പറേറ്റ് ബ്ലൗസ് പീസുകളൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു പീസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫെയർവെല് പാർട്ടിക്ക് ഒക്കെ ഉടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് നൈറ്റ് പാർട്ടിക്കാണ് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു തിളക്കൊക്കെ കിട്ടട്ടെ. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 25819425 ആണ് ഇതിൻ്റെ കോഡ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു റേറ്റ്. അതായത് 289 രൂപയേ ഉള്ളൂ ഈ സാരിക്കെന്ന് ഓർക്കണം. ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തില്ല. അത്രയും റേറ്റ് കുറവിൽ നല്ല ഭയങ്കര വെർത്തിയാണ് കേട്ടോ, ഭയങ്കര വെർത്തി. ചില നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഇതെല്ലാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഗോ ഫോർ ഇറ്റ്. നെക്സ്റ്റ് സാരി വന്നിട്ട് ഒരു ഓർഗൻസ സാരിയാണ്. എനിക്കിതിൻ്റെ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കളർ മാത്രമല്ല, ഇതിൻ്റെ ഫാബ്രിക്കും സൂപ്പറാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി ബെറ്ററാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഓർഗൻസയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യം നമ്മൾ കണ്ടത് ജോർജറ്റ് ഫാബ്രിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് കുറച്ച് ഓർഗൻസയാണ്. അതിൻ്റേതായ ഒരു എന്താ പറയുക, ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചിങ്ങനെ പറന്ന് നിൽക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിൻ്റെ ബോർഡറൊക്കെ നോക്കിക്കേ, ഇതുപോലെ സ്കാലപ്പ് വർക്കുകളാണ്
മൊത്തം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രിൻ്റാണ് വരുന്നത്. ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നുണ്ട് ബോർഡറിൽ. ഇതിൻ്റെ ഫാബ്രിക് ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടില്ലേ? അതായത് ഇപ്പം നമ്മൾ ആ ഒരു റേറ്റിൽ, ഇതിനും ഒരു 300, 200, 300 ആ ഒരു റേറ്റേ ഉള്ളൂ. എല്ലാം തന്നെ റേറ്റ് കുറവാണ്. ആ ഒരു റേറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാനേക്കാളും ഒത്തിരി നല്ല ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഫാബ്രിക്കാണ്. ഞാൻ റേറ്റായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. ആ ഒരു റേറ്റിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ, വൈറ്റ് കളർ. ഇത് ബ്ലൗസ് പീസ് പക്ഷെ അത്ര വലിയ മെച്ചൊന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തായാലും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സ് എന്തായാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബ്ലൗസ് ഇട്ടാൽ മതിയാവും. ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. കാരണം ഒത്തിരി ഒരുപാട് ബ്ലൗസ് പീസ് ആണെങ്കിലും ഒരുപാടില്ല. ഇത് ഇത്രയാണ് ആകെ കൂടി നമുക്ക് ബ്ലൗസ് പീസിന് തരുന്നത്. കുറച്ചേ ഉള്ളൂ, ഒത്തിരി തുണിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഫാബ്രിക്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട്. അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ്, പക്ഷെ ഒത്തിരി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് തയ്ക്കാനായിട്ട്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ലൈനിങ് ഇടണം. കാരണം ഒന്നാമത്തെ കാര്യം ഇത് വൈറ്റ് കളറാണ്, അത് മാത്രമല്ല സീത്രൂം കൂടെയാണ്. ഇതാണ് ഫാബ്രിക് വന്നിട്ട്. എന്തായാലും നമ്മുടെയൊക്കെ കയ്യിലാണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആ ഒരു ഷെയ്ഡ് മിക്കവാറും തന്നെ കയ്യിലുണ്ടാകും. അപ്പോൾ അത് എടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂടെ വൈറ്റ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വൈറ്റും പിങ്കും ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. സോ നിങ്ങൾ വൈറ്റ് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ബ്ലൗസ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ബ്ലാക്ക് സാരി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ബ്ലാക്ക് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലൗസ് തന്നെ ഇടാനും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ സിൽവർ ആണെങ്കിലും നല്ലതാണ്. സിൽവർ ഓർ ബ്ലാക്ക്, അതാണ് അതിൻ്റെ കൂടെ ഇടാനായിട്ട് ബെസ്റ്റ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ജ്വല്ലറി അല്ലെങ്കിൽ ഈ ബീഡ്സ് ഒക്കെ ഉള്ള ജ്വല്ലറി, പേളൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ, ഈ ഒരു സാരീൻ്റെ കൂടെ. സൂപ്പർ സാരിയാണ്. പിന്നെ ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന് ഫിനിഷിങ് വളരെ മോശമാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചില ഒറ്റ ഇതിൽ തന്നെ കാണാം, ഒട്ടും ഫിനിഷിങ് ഇതിലില്ല. കണ്ടില്ലേ? ഇത് കറക്റ്റായിട്ട് മീൻസ് ഇതിങ്ങനെ കരിച്ച് കളയുകയാണ് ചെയ്യണത് ഇതിൻ്റെ. പക്ഷെ ഇതിങ്ങനെയല്ല, കണ്ടോ? ഒട്ടും ഫിനിഷിങ്ങിലല്ല വന്നേക്കണത്. അത് വളരെ അവർ ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, എന്താണേലും ഈ ഒരു റേറ്റ്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ കളേഴ്സ് 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഈ പിങ്ക് എടുത്തുന്നുള്ളൂ, നിങ്ങൾക്ക് വേറെയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് 460 ആണ്. 460 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 460 രൂപ ഉണ്ട് കേട്ടോ, ഞാൻ 300 എന്നാണ് ആദ്യം പറഞ്ഞത്. സോ 460 രൂപയ്ക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഓർഗൻസ സാരീസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫാബ്രിക് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ടാണ്. 460 റുപ്പീസ് ഓൺലി. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4402222197 ആണ് ഇതിൻ്റെ കോഡ്. സോറി ഓക്കെ, അതാണ് അതിൻ്റെ കോഡ്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ നമ്മുടെ തേർഡ് സാരി വന്നിട്ട് ഇതൊരു ഷിമ്മറി, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു സാരിയാണ്. ഷിമ്മറി, ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു സാരി കേട്ടോ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇങ്ങനത്തെയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഇതാ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡിയോട് ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കില്ലേ, അതുപോലത്തെ ഒരു സാരി. കണ്ടില്ല? നല്ല ഷിമ്മറി ആയിട്ടുള്ള ഇതിൻ്റെ ഞാൻ കോഫി ബ്രൗൺ ആണ് എടുത്തേക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് പോലെ. ഇതിൻ്റെ വേറെ എനിക്ക് തോന്നുന്നു 8-10 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ ഗ്രീനും ബ്ലൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏത് കളർ വേണേലും എടുക്കാം. ഇത് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കൂടുതലും നമുക്കൊരു അതായത് നൈറ്റ് പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ബിഗിനേഴ്സ് ഇത് വേഗം വാങ്ങിക്കോളൂ. കാരണം ഉടുക്കാനൊന്നും ഒട്ടും പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുക്കാനായിട്ട് പറ്റും. ചില ഡ്രേപ്പിങ്ങിന് അങ്ങനെ ഒത്തിരി ടൈമൊന്നും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. പിന്നെ ഇതിൽ ലൈറ്റ് വെയിറ്റ് ആണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇങ്ങനെ പറന്ന് പോണ ആ ടൈപ്പല്ല, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്. ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരാം, അപ്പം നിങ്ങൾ മനസ്സിലാവും. ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. കണ്ടില്ലേ?
ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ആക്ച്വലി ഞാനാണെങ്കിൽ കുറേ സ്ഥലത്ത് ഈ നല്ല ഷിമ്മറി സാരീസൊക്കെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും അത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു 2000 3000 ഒക്കെ മിനിമം എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയല്ല, ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയി നോക്കിയപ്പോഴും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റേറ്റിൽ ചില നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇതെല്ലാം നമ്മളൊരു 1 ടൈം അല്ലെങ്കിൽ 2 ടൈം അങ്ങനെയൊക്കെ ഇടുകയുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഒത്തിരി ക്യാഷ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്കത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ നല്ല ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമ്മളത് വാങ്ങാം, നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഫെയർവെൽ പോലെയുള്ള പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് മതി. പിന്നെ നമ്മൾ റേറ്റ് ഒരുപാട് റേറ്റ് കൊടുത്ത് സാരി ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ ആ ഒരു സാരിയിലേക്ക് നമ്മൾ ഭയങ്കര കൺസേൺ ആയിരിക്കും. അപ്പം നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇപ്പോൾ ഫെയർവെല്ലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഊട്ടി നടക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അന്നേരം നമ്മൾ ഇത്തിരി റേറ്റ് കുറഞ്ഞ സാരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഇതിലേക്ക് നമ്മളങ്ങനെ കൺസേൺ ആവത്തില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്തിരി റേറ്റ് കുറഞ്ഞ സാരീസൊക്കെയാണ്. ഇതാണെങ്കിൽ നല്ല ഓപ്ഷനാണ് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി. പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലൗസ് വരും. ഇതിന് ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് കളറാണ്. ഇത് ഞാൻ ഒത്തിരി അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമെന്ന് പറയത്തില്ല, അത്ര നല്ല ഫാബ്രിക്കിലല്ല വന്നേക്കണത്. പിന്നെ ഒത്തിരി നമുക്ക് വന്നിട്ടില്ല, വളരെ കുറച്ച് ബ്ലൗസ് പീസ് മാത്രമേ തന്നിട്ടുള്ളൂ, കുറച്ചേ ഉള്ളൂ. സോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുമായിരിക്കും ഇച്ചിരിയോടെ നല്ലതെന്ന് എനിക്ക് തോന്നി. ഇത് സ്കിപ്പ് ചെയ്യുമായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 267 267 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇതിലിങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ബോർഡറിലാണെങ്കിലും വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് മാത്രമാണ് ഫുള്ളുള്ളൂ. ഓക്കെ, ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 267 267 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സാരി കിട്ടുന്നത്. സോ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 87179016 ആണ് എൻ്റെ കോഡ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ബിഗിനേഴ്സിന് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യണത് ബിഗിനേഴ്സിനാണ്. വേഗം തന്നെ സാരി കൊടുക്കാം. സാരി കൊടുത്തതിൻ്റെ ആ ഒരു ഭയങ്കര ഹെവി ഫീലൊന്നും തോന്നത്തുമില്ല. സോ നമ്മുടെ നെക്സ്റ്റ് സാരി വന്നിട്ട് നെറ്റാണ് കേട്ടോ, നെറ്റ്. അപ്പോൾ നമ്മൾ ഓരോന്നും കാണുന്നത് ഓരോ വെറൈറ്റിയാണ്. സോ ഇത് ഫുൾ നെറ്റാണ് കേട്ടോ വരുന്നത്. നെറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഫാബ്രിക് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നെറ്റ്. ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തെന്നുള്ളൂ. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നോക്കട്ടെ. യെസ്, 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിലെല്ലാം സിൽവർ ബോർഡറാണ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബോർഡറൊക്കെ നോക്കി നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനത്തെ സാരിയാണ് കേട്ടോ. ഈ ഒരു കളർ നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഡ്രൈപ്പ് ചെയ്യുമ്പോൾ, അതായത് ബിഗിനേഴ്സിനാണെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഈ നെറ്റിൻ്റെ സാരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കത്തില്ല. അതിങ്ങനെ നമ്മളൊരു വഴിക്കാണെങ്കിൽ അത് വേറെ വഴിക്ക്, ആ ഒരു റേഞ്ചിലാണ് നെറ്റ് സാരി ഈ ഒരു നെറ്റൊക്കെ കിടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്, ഇങ്ങനെ കിടക്കുന്ന നെറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇതേ സെയിം ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ഒരു പോളി കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. സെയിം ബോർഡർ തന്നെയാണ് വന്നേക്കുന്നത്. സോ ബ്ലൗസ് പീസ് എന്തായാലും നിങ്ങൾ ഇത് തന്നെ തയ്ക്കണം കേട്ടോ. സോ ഈ ഒരു ബ്ലൗസിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്ലൗസ് പീസ് അല്ലെങ്കിൽ വേറെ ഏത് ഷെയ്ഡ് ഇട്ടാലും അത്ര ഒരു ഭംഗി കിട്ടത്തില്ല. ഈ സെയിം കളറ് സെയിം ബ്ലൗസ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്ന വീഡിയോയിൽ മിക്കവാറും ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലൗസ് ഇട്ടിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും സാരി ഉടുക്കുന്ന ആളല്ല. സോ ഈ ബ്ലൗസൊക്കെ തയ്ച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. സോ ഈ കളർ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒത്തിരി കളേഴ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഈ ഒരു നമ്മൾ ഇങ്ങനെ ഉടുക്കണ ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ഈ ഒരു സിൽവർ ഇങ്ങനെ
വർക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ താഴേട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമെല്ലാം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതിൻ്റെ താഴേട്ടാണ് ഈ സിൽവർ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ വർക്കൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ അവർ ഫിനിഷ് ചെയ്ത് തന്നേക്കണേ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 334 ആണ്. 334 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സാരിയും കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നേ ഉള്ളൂ. നല്ലൊരു പാർട്ടി വെയർ ആണ്. ഇപ്പോൾ കാണിക്കുന്ന എല്ലാം തന്നെ പാർട്ടി വെയർ ആണ് കേട്ടോ. പിന്നെ ആ ഓർഗൻസ സാരി മാത്രം നമുക്ക് കുറച്ചൊന്ന് കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റും. അതെല്ലാം നമ്മളിങ്ങനെ ബ്ലൗസ് പീസ് മാറ്റി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ ബ്ലൗസ് ഇപ്പോൾ ആ ഓർഗൻസയിലൊക്കെ ആണെങ്കിലും ബ്ലൗസ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലൗസ് ഇടാം. അതല്ലാതെ നമുക്കിപ്പോൾ കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സാരി വന്നിട്ട് ഫുള്ളും റെഡ് ആണ് കേട്ടോ. റെഡ് കളറിൽ ഉള്ള സാരിയാണ്. റണ്ണിങ് ബ്ലൗസാണ് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ഇവർ പറഞ്ഞേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് എന്നാണ്. ശരിക്കും ഫാബ്രിക് ഉണ്ടോ കണ്ടില്ലേ? ഇത് ശരിക്കും ബിഗിനേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്ത് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ വിചിത്ര സിൽസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ട് അല്ലെങ്കിൽ ഒത്തിരി സാരീസും ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ ഷോപ്പിൻ്റെയൊക്കെ ഇത് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ഓഫറിലൊക്കെ വിചിത്ര സിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. ആ ഒരു ഫാബ്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഒന്നോടൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇതിൽ വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ സാരിയാണ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു റെഡ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ഗ്രീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ റെഡ് ഉടുക്കുമ്പോൾ ഒരു നല്ല ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ. നല്ല റെഡാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് റെഡാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഒത്തിരി ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് അല്ല. അതായത് പറന്നങ്ങനെ പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഉടുക്കുന്നത് അങ്ങനെ തന്നെ ഉടുത്ത പോലെ തന്നെ കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. സോ ഇതും നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഫെയർവെല്ലിനൊക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 328 ആണ്. 328 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സാരിയും കിട്ടുന്നത്. സോ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലൗസ് ഈ പറഞ്ഞ പോലെ റെഡിന് ചേരുന്ന ഇപ്പോൾ ഗ്രീനോ അല്ലെങ്കിൽ ഏത് കളേഴ്സ് റെഡ് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേറെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈവൻ നമുക്ക് പ്ലെയിൻ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അതിനനുസരിച്ച് ജ്വല്ലറിയൊക്കെ മാറ്റി ഇട്ടാൽ മതി കേട്ടോ. ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് സാരി വന്നിട്ട് ഒരു ഖാദി കോട്ടൺ ആണ് വന്നേക്കുന്നത് കേട്ടോ. ഇത്ര നേരം നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഒരു കോട്ടൺ ഷെയ്ഡിൽ അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണിത്. ഇത് കുറച്ചുകൂടെ നമുക്കൊരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോട്ടൺ സാരി കൊടുക്കുന്ന ഒരു ഫീല് കിട്ടും. ഇതിൽ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിലാകെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സീക്വൻസ് വർക്ക്, അതായത് ഇച്ചിരി വലിയ ഒരു സീക്വൻസ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അത് തന്നെയാണ് ഈ ഒരു സാരീൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ പല്ലൂര് ഇതുപോലത്തെ ടസൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലാണ് കേട്ടോ ഫിനിഷ് ചെയ്തേക്കണത്. നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡ്, അതായത് ബ്ലാക്കും ഒരു മജന്ത കളറും കൂടെ മിക്സായ ഒരു കളറാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി കളേഴ്സ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ബ്ലൗസ് പീസുകൾ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് വരുന്നില്ല. ഈ ഒരു ബ്ലൗസ് മാത്രമാണ് വരുന്നുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതൊക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ ഉടുത്ത പോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണോ, അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ്. ഇതും എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 363 ആണ്. 363 രൂപയ്ക്കാണ് ഈ ഒരു സാരി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു നല്ല ഓപ്ഷനാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് ഇന്ന് ഞാൻ കാണിച്ചത് എല്ലാം തന്നെ. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 2896222321 ആണ്. ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വേറെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു കോട്ടൺ ആണ്. പിന്നെ ഇത് ഒരുപാട് നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഒത്തിരി ഇങ്ങനെ പ്രതീക്ഷിക്കരുത്.
ഇതെല്ലാം ഞാൻ അതിൻ്റെ റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നത്. ഈ ഒരു റേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന 200, 300, 400 രൂപയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് വേഗം വാങ്ങാം. ഏതൊരു പാർട്ടി ആണെങ്കിലും ഫെയർവെൽ ആണെങ്കിലും എന്തൊരു ഒക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.